നടി മഞ്ജു വാര്യരുടെ പുതിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ്. ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചും നെഗറ്റീവായ കാര്യങ്ങൾ അവഗണിക്കുന്നതിനെക്കുറിച്ചുമാണ് സ്റ്റേ ട്യൂൺ വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിന് മഞ്ജു വാര്യർ സംസാരിച്ചത്. ചില സമയത്ത് ഞാൻ അമിതമായി ചിന്തിച്ച് എവിടേക്കോ പോകും, പിന്നെ തിരിച്ചു വരും. ചില സമയത്ത് എന്തെങ്കിലും നോക്കിയിരിക്കും. ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതുമല്ല. അതിനാൽ എന്താണ് തോന്നുന്നതെന്ന് പറയാനാകില്ല. നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും നടക്കുമ്പോൾ അത് ബാധിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് മഞ്ജു വാര്യർ സംസാരിച്ചു. ഒരിടത്ത് പ്രശ്നം നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പിറകിലോട്ട് പോയി കാര്യങ്ങൾ മുഴുവനായി നോക്കുക. എത്ര ബാലിശമാണ് കാര്യങ്ങളെന്ന് തിരിച്ചറിയും. ഡിറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നതിൽ കംഫർട്ടബിൾ ആയാൽ സിമ്പിളാണ്. ചിലർക്ക് സന്തോഷം വീട്ടിൽ തന്നെയിരുന്ന് കുടുംബത്തെ നോക്കുന്നതാണ്. ചിലരുടെ സന്തോഷം ചിലർക്ക് സന്തോഷമായിരിക്കില്ല. ഓരോരുത്തർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരാളെ എത്ര ഉപദേശിച്ചാലും അവരവരുടെ അനുഭവങ്ങൾ വഴിയാണ് അവർ മാറുക. ഞാൻ മാറാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഡിറ്റാച്ച് ചെയ്യുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ ഒന്നും. എങ്ങനെയൊക്കെയോ ഞാനിങ്ങനെയായി. അത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല. ഇങ്ങനെയായിരിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിക്കുന്നവർ ഒരുപാടുണ്ട്. ആ അഭിപ്രായത്തെയും ബഹുമാനിക്കുന്നുവെന്നും മഞ്ജു വാര്യർ പറയുന്നു. അടുത്ത കാലത്തായി മഞ്ജു വാര്യർക്ക് വന്ന കുറ്റപ്പെടുത്തലുകൾക്ക് മറുപടിയാണിതെന്ന് കരുതുന്നവരുമുണ്ട്. മകൾ മീനാക്ഷി ഒപ്പമില്ലാത്തതെന്ത്? മഞ്ജുവായിരുന്നു ശരിയെങ്കിൽ അമ്മയ്ക്കൊപ്പമല്ലേ മകൾ വരേണ്ടത് എന്നൊക്കെ മുൻ ഭർത്താവ് നടൻ ദിലീപിൻ്റെ ആരാധകർ കമന്റ് ചെയ്യാറ് പതിവാണ്. അതേസമയം ഡിവോഴ്സ് സമയത്ത് അച്ഛനൊപ്പം നിൽക്കാനാണ് മീനാക്ഷി തീരുമാനിച്ചത്. മകളുടെ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയായിരുന്നു.